പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഫിഫ്ത്ത് അലവനിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങിയിരുന്നു 2-ാം തീയതി മുതൽ. അപ്പോൾ നിരവധി വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് ആർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്നും, പിന്നെ ഇതിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എങ്ങനെയാണെന്നും, ഇനി തുടർന്നുള്ള അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുമോ ഇതിൽ സീറ്റിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ ആണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ വിദ്യാർത്ഥികളൊന്ന് ശ്രദ്ധാപൂർവ്വം കേൾക്കുക. പിന്നെ ചാനൽ ഉപകാരപ്രദമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിരവധി വിദ്യാർത്ഥികൾ കാണുന്നുണ്ടെങ്കിലും നമ്മുടെ വീഡിയോസ് മറ്റാരിലേക്ക് എത്തിക്കാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിൽ കിടക്കാം. ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ നൽകാൻ കഴിയുന്നത് 8-ാം തീയതി 4 മണി വരെയാണ്. പിന്നെ NRI സീറ്റുകൾക്ക് ഓപ്ഷൻ പ്രവേശനം നേടുന്നവർ താല്പര്യമുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക. എന്തെന്നാൽ അവിടെ അലോട്ട്മെൻറ്റ് ലഭിച്ച് പ്രവേശനം നേടിക്കഴിഞ്ഞാൽ പിന്നീടുള്ള അലോട്ട്മെൻറ്റിൽ പരിഗണിക്കില്ല. അപ്പോൾ അങ്ങനൊരു ഇതുണ്ട്, നിങ്ങൾക്ക് പിന്നെ ഓപ്ഷൻ കൊടുക്കാൻ കഴിയുകയുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജാണോ എന്ന് നോക്കിയിട്ടും, പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ ഫീസ് കുറച്ച് അധികമായിരിക്കും. അത് 25,000 അടുപ്പിച്ച് സാധാരണ ഉള്ളതിനേക്കാൾ അധികമാണ് വരിക. പിന്നെ നിങ്ങൾക്ക് ഏതൊക്കെ കോളേജുകളുണ്ട് ജസ്റ്റ് നോക്കി പോകാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കോളേജ് വരുന്നത്. ഞാൻ ഓരോന്ന് എടുത്ത് പറയുന്നത് നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് കൂടും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കി വെക്കാം. പിന്നെ വാക്കൻസി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് മറ്റുള്ളൊരു കോളേജിലേക്ക് പിന്നെ കൊടുക്കാൻ കഴിയില്ല, മാറുവാനും കഴിയില്ല. അപ്പോൾ തുടർന്ന് ഇതിൽ പഠിച്ചു പോരേണ്ടി വരും. അപ്പോൾ ഇവിടെ 1,25,300 രൂപയാണ് ഒരു ഇയർ വരുന്നത്. പിന്നെ അത് കൂടാതെ നിങ്ങളുടെ യൂണിഫോം, ഹോസ്റ്റൽ ഫീ, ഫുഡ്, മറ്റു കാര്യങ്ങൾക്ക് വേറെ തുക നിങ്ങൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധാപൂർവ്വം കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഞാൻ എടുത്തു പറയാൻ കാരണം ഇവരോട് മെൻഷൻ ചെയ്ത് പറയുന്നുണ്ട്, നിങ്ങളുടെ NRI സീറ്റുകളിലേക്ക് പ്രവേശനം ലഭിച്ച ശേഷം നിങ്ങളുടെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മറ്റ് കോളേജിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നവർ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധാപൂർവ്വം ചെയ്യുക. അതാണ് ഞാൻ പിന്നെ. ഓക്കെ, ഇതിൽ ആർക്കൊക്കെ അപേക്ഷിക്കാമെന്ന് വെച്ചാൽ ചുരുക്കി പറയുകയാണെങ്കിൽ നിങ്ങളുടെ വിദേശത്ത് നിങ്ങളുടെ സ്പോൺസർ ഉണ്ടായിരിക്കണം. അപ്പോൾ അത് ചില മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട്. അത് ജസ്റ്റ് അത് വായിച്ചു വെക്കാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. താഴെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നൽകിയിട്ടുണ്ട്. അതിൽ ഗ്രൂപ്പ് വഴിയോ അല്ലെങ്കിൽ പേഴ്സണൽ മെസ്സേജ് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ജസ്റ്റ് വായിച്ചു നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ വരികയും അങ്ങനെ ചോദിക്കാം. നമ്മുടെ വീഡിയോ ലെങ്ത്താക്കി മാറ്റുന്നില്ല. ഇതിൽ മെയിനായിട്ട് പറയുന്നത് ബന്ധുത്വ സർട്ടിഫിക്കറ്റ്, വില്ലേജ് ഓഫീസിൽ സാക്ഷ്യപ്പെടുത്തിയ ബന്ധുത്വം, അതായത് ബന്ധുത്വ സർട്ടിഫിക്കറ്റ് വേണം. നിങ്ങളുടെ റിലേഷൻ എന്താണെന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ്, പിന്നെ ആ വിദേശത്തുള്ള ആളുടെ പാസ്പോർട്ട് കോപ്പി എംബസി അസിസ്റ്റ് ചെയ്ത് വേണം. പിന്നെ വിസ, ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ ആൻഡ് പൗരത്വരേഖ, ഗ്രീൻ കാർഡ്, ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ കോപ്പി എംബസി, കോൺസുലേറ്റ് അറ്റാച്ച് ചെയ്ത് ഒറിജിനൽ ഹാജരാക്കണം. മറ്റു ഇത് വായിച്ചു നോക്കാം. വിസയിൽ സ്പോൺസറിൻ്റെ ജോലി പരാമർശിച്ചില്ലെങ്കിൽ എംപ്ലോയി നൽകുന്ന എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്ട് എംബസി അറ്റാച്ച് ചെയ്ത് ഒറിജിനൽ സമർപ്പിക്കണം. ഓക്കെ, അതിനോട് പ്രോസ്പെക്ടസിൽ പോയിട്ട് നിങ്ങൾ ഇവിടെ ഒരു 98-ാമത്തെ പേജിലാണ് തോന്നുന്നു. ഓക്കെ, 98-ാമത്തെ പേജ്. ഓക്കെ, അങ്ങനെ അഫിഡേവിറ്റിൻ്റെ വരുന്നത് ഇതാണ്. അപ്പോൾ ഇത് കോപ്പി അടിച്ച് നിങ്ങൾ ഫില്ല് ചെയ്യാവുന്നതാണ് അതിൻ്റെ മാതൃക. ഓക്കെ, അതുപോലെ അതിൻ്റെ താഴെയും നിങ്ങളുടെ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റും വരുന്നുണ്ട്. അപ്പോൾ അതും കോപ്പി എടുത്ത് നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്, സമർപ്പിക്കാവുന്നതാണ്. ഓക്കെ, ഇതിലേക്ക് എങ്ങനെ കൊടുക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾ എങ്ങനെയാണ് ലോഗിൻ ചെയ്യുന്നത്, അവർ ലോഗിൻ ചെയ്യുക. അവിടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്ത് വെരിഫൈ ചെയ്യുക. അതിനുശേഷം രജിസ്റ്റർ പാസ്വേഡ് നൽകി ഞാൻ മറ്റു വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ നിങ്ങൾ അവിടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ വന്നിരിക്കും. അപ്പോൾ ഇതുവരെയുള്ള ഓപ്ഷൻസ് പരിഗണിക്കില്ല, പുതിയ ഓപ്ഷൻസ് നൽകേണ്ടതാണ്. അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഇവിടെ നമ്പർ, റെക്ടാങ്കിൾ കോളത്തിൽ നമ്പർ കൊടുത്ത് സേവ് ചെയ്യാൻ താഴെ നിങ്ങൾ കൊടുത്ത ലിസ്റ്റ് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചോദിക്കാവുന്നതാണ്. നമ്മുടെ ചാനൽ ഉപകാരപ്രദമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത്